കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി രമേശ് ചെന്നിത്തല പോഡ്കാസ്റ്റുകളും റീൽസും പ്രചരിപ്പിച്ചാണ് സമൂഹമാധ്യമങ്ങളിൽ ഇടപെടൽ. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് ചർച്ച അവസാനിപ്പിച്ചൂടെ എന്ന ചോദ്യത്തിന് ചർച്ച ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നാണ് കെ.സി. വേണുഗോപാൽ മറുപടി. ഇത്തരം ചർച്ചകളോട് തനിക്ക് താല്പര്യമില്ലെന്നും താല്പര്യമില്ലായ്മ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നുമാണ് കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ, എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ്. അതിനിടെ വി ഡി സതീശനെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് മലപ്പുറത്ത് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. കാലടി പഞ്ചായത്തിലെ പാറപ്പുറത്താണ് ഇന്നലെ രാത്രി ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. എം.എൽ.എമാർ അല്ലാത്തവരും മുഖ്യമന്ത്രി പദത്തിൽ എത്തിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ പ്രതികരിച്ചു. ഞാൻ ഒരു വ്യക്തിയെയും കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ആളുടെയും പേരിന് ഒരു സൂചന പോലും നൽകിയിട്ടില്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നും ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതുപോലെ ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം, അത് തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ശ്രീജിത്ത് 24-ാം തീയതി ആയിട്ടുള്ളൂ. ഇനിയും ദിവസങ്ങൾ, കേരളത്തിന്റെ ജനമനസ് എന്തെന്നറിയാൻ ഇനിയും ദിവസങ്ങൾ ഇനിയും ബാക്കിയാണ്. നേരത്തെ സോഷ്യൽ മീഡിയ ചർച്ചകൾ വരുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അത് സോഷ്യൽ മീഡിയയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നേതാക്കളുടെയൊക്കെ മൗനാനുവാദത്തോടെയും അനുഗ്രഹാശസ്സുകളും അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം അതൊരിക്കൽ കൂടി ശരിവെക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കുപ്പായം തെക്കുന്ന നേതാക്കളുടെ പുതിയ നമ്പറുകൾ. ശ്രീജിത്ത്, ഹാഷ്മി, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി 10 ദിവസമുണ്ട്. 10ാം ദിവസമാണ് വോട്ടെണ്ണുന്നത്. എന്നാൽ വോട്ടെണ്ണൽ ദിവസം അടുക്കുംതോറും കോൺഗ്രസിനകത്തെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ഒട്ടും അയവില്ല എന്ന് മാത്രമല്ല, അത് കൂടുകയാണ്. പോഡ്കാസ്റ്റുകളും ഒപ്പം തന്നെ മറ്റ് സമൂഹമാധ്യമ വീഡിയോകളും റീൽസുകളും മറ്റുമായി എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുടെയും സാന്നിധ്യം സമൂഹമാധ്യമത്തിൽ സജീവമാണ്. മാത്രമല്ല, ഇതുവരെ ഈ റീൽസിൻ്റെയും മറ്റും രംഗത്ത് നിന്നൊരു അല്പം മാറി നിന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ പഴയകാല ഡോക്യുമെൻ്ററികളും ഒപ്പം തന്നെ മറ്റ് റീൽസുകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ വ്യാപകമായി ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടി ഈ മത്സരത്തിൽ സജീവമായി വന്നിരിക്കുന്നു. നേരത്തെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് വന്നിരുന്നില്ല. എന്നാൽ ചെന്നിത്തലയും ഇപ്പോൾ ജനനായകൻ എന്ന പേരിലുള്ള ഡോക്യുമെൻ്ററി ഒപ്പം തന്നെ മറ്റ് റീൽസ്, പോഡ്കാസ്റ്റുകൾ എന്നിവയായി രംഗത്ത് വരികയാണ്. ഇതോടൊപ്പം തന്നെ മറ്റു ചർച്ചകളും സജീവമാണ്. ഇത് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ഇത് സമൂഹ മാധ്യമത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാക്കളുടെ അണിയറയിലുള്ള ആളുകളാണ് ഈ പ്രചാരണങ്ങൾ മറ്റും ആസൂത്രണം ചെയ്യുന്നത്. അവർ ബോധപൂർവം ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇതിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക, ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് ഈ റീൽസുകളും വീഡിയോകളും പോഡ്കാസ്റ്റുകളും മറ്റും നിർവഹിക്കുന്നത്. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകി. വി ഡി സതീശ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശ് അഭിവാദ്യങ്ങൾ എന്നുള്ളതാണ് മലപ്പുറത്തെ ഒരു ഫ്ലക്സ്. കെ.സി. വേണുഗോപാൽ, ചെന്നിത്തല ഒക്കെ ഓരോരോ രീതികളിൽ വളരെ സജീവമാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുക തെറ്റല്ല. അതിന് അർഹതയുള്ള കൂടുതൽ നേതാക്കളുണ്ടാവും തെറ്റല്ല. അതിനുവേണ്ടി ക്യാമ്പയിനിങ്ങോ ലോബിയിങ്ങോ നടത്തുന്നതും തെറ്റില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ജനവിധി പുറത്തേക്ക് വരിക എന്നുള്ളതാണല്ലോ, ജയിച്ചിട്ടാണല്ലോ മുഖ്യമന്ത്രി ആവുക എന്നത്. അപ്പോൾ അതുവരെ കാത്തിരിക്കുക എന്ന് പറയുന്നത് മര്യാദയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.